എന്താണ് സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലീൻ്റെ കൂടെ. അതിൻ്റെ ഫുൾ വ്ളോഗാണ് ഇത്. നമ്മൾ ട്രിപ്പിൻ്റെ തലേന്ന് നൈറ്റത്തെ വീഡിയോ ആണ്. നമ്മൾ പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിലും ഞാൻ പനിച്ച് തുള്ളി കിടക്കാണ് കേട്ടോ. എനിക്ക് വയ്യായിരുന്നു തീരെ. എന്നിട്ടും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാരണം പോക്ക് മുടക്കണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എണീറ്റ് നടന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ രാത്രി ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതായ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നൈറ്റ് ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഡ്രിപ്പിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കാരണം ഇവർ പ്ലാൻ ചെയ്തിച്ച ട്രിപ്പ് മുടങ്ങരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെ വയ്യായ എന്തായാലും നമ്മൾ ഫണ്ട് ഇത്രയും പൊട്ടിച്ചിട്ട് പോകാനുള്ള പ്ലാനിലല്ല. ഇതിലൊക്കെ നല്ല വിഷമമുണ്ട്. കുറച്ച് ഒരേ ട്രിപ്പ് ക്യാൻസൽ ആവുമോ എന്നുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ ഞങ്ങൾ കുറേ കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചായിരുന്നു. അതങ്ങോട്ട് സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇത് മോർണിംഗിൻ്റെ ഷൂട്ടാണ് കേട്ടോ. ബാബുന്നില്ല അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ റെൻറ്റിന് കാർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ ടൂർ പോയാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വയറിനും കേട് വരും. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ കഴിക്കാന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും എത്തി. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കണത്. ഗായ്സ് അസ്സലാമലൈക്കും. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളിന്ന് ഫാമിലീൻ്റെ കൂടെ എല്ലാവരും കൂടിയിട്ട് വയനാട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ മൈസൂര് അങ്ങനെ പോവാം. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇതാണ് ഡ്രസ്സ്. ഞാൻ രാവിലെ 5 മണിക്ക് മാറ്റിക്കൽ തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഇട്ട ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എന്നുവെച്ച് ഞാനൊന്ന് കോട്ടൻ്റെ ചുരിദാറാണ്. ഇതിലും കോട്ടൻ്റെ ചുരിദാറാണ്. ഇന്നോവയിലാണ് പോണത്. ഇന്നോവ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ബാവെന്തെങ്കിലും ബാക്കിലുണ്ട്. അപ്പം ഇന്ന് അടിപൊളിയായിരിക്കും. ഭയങ്കര എക്സ്പെക്ടേഷനിലുണ്ട്. എനിക്ക് നല്ല തീരെ വയ്യായിരുന്നു. അപ്പം ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങൾ. മാതാശ്രീ കയറിയിട്ടുണ്ട്. ദിലു വെച്ചെന്താ ബാക്കില് എന്റെ ബാക്കിലിട്ടാ ഉണ്ടല്ലേ. നല്ല പൊട്ടിയടിച്ചിക്കണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ബാക്കിലാണ്. ബാക്കിൽ സാധനങ്ങളൊക്കെ മൂന്നാമത്തെ കമ്മല് ഇത് ബിന്ദിക്ക് വാങ്ങി തന്നാട്ടാ. നല്ല രസമുണ്ട്. നമ്മളിവിടെ നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്റെ ട്രിപ്പിനെ കുറിച്ച് എന്റെ ഒരു ഇത് വണ്ടി അവിടെ നല്ല പാണ്ടിലോറി ഉണ്ടാവും. എടുത്തിടും ഞാൻ ബാക്ക് കിട്ടാ. ഞാൻ വണ്ടിയിലൊക്കെ പോയി ഛർദിക്കണോണ്ട് തന്നെ വിൻഡോ സീറ്റ് എനിക്ക് നിർബന്ധമാണെന്ന് ഞാൻ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ആ ഭാഗത്തേക്ക് വരില്ല. അപ്പൊ ഉമ്മച്ചിനെ അവിടെ നിന്ന് മാറ്റണോ എനിക്ക് അതിനുള്ള കാട്ടിക്കൂട്ടലാണ് കേട്ടോ. അപ്പൊ നമ്മള് ചായ അടിക്കാൻ കയറിക്കാണ് കേട്ടോ. മഞ്ചേരി കഴിഞ്ഞു. ചപ്പാത്തി ഉണ്ടോ? എനിക്കൊരു പൊറോട്ട. ആ ഒന്നൊന്ന് വൈകുന്നേരം ഏക്ക് പൊറോട്ട. നിങ്ങൾ ദോശയെ കഴിക്കൂ. ചാനില്ല പല്ല. പെട്ടെന്നുണ്ടായിരുന്നു പ്ലാൻ ചെയ്തുണ്ടാക്കി. അപ്പൊ ഇതാ നമ്മൾ ചായ അടിക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് കഴിക്കണ്ട വിചാരിച്ചിട്ട് ഞാനൊരു പൊറോട്ടയും കുറച്ച് കടലക്കറിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചായ അടിച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. അങ്ങനെ നമ്മൾ യാത്ര തുടരാണ് കേട്ടോ. നമ്മളിനി നേരെ റിസോർട്ടിലേക്കാണ്, വയനാട്ടിലോട്ടാണ്. പിന്നെ പകുതി വെച്ച് പമ്പിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രയിക്കാൻ മുറ്റുന്ന ഒരു വൃത്തികെട്ട അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്ന പമ്പിലൊക്കെ കയറി മൂത്രയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ പമ്പിൽ ഇറങ്ങിക്കാണ്. നമ്മൾ വയനാട് എത്താനായിട്ടുണ്ട് കേട്ടോ. വയനാട് എത്താനായിട്ടുള്ള ഏതോ ഒരു പമ്പാണ്. അവിടെ കുറച്ചു നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് മേടിക്കണമായിരുന്നു. കുറ്റിയിൽ ഗ്യാസ് നിറക്കണമായിരുന്നു. സോ ഗൈസ്, ഞാൻ ആകെ ഉറങ്ങി തൂങ്ങി തൊള്ളയിക്കണം കേട്ടോ. അപ്പം ഇനി റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട്. വയനാട് ഗേറ്റ് എന്നായിരുന്നു റിസോർട്ടിൻ്റെ പേര് വന്നിട്ട്. ഒരു പഴയ ടച്ച്, ഒരു എന്താ പറയുക, ഒരു മാളിക മാരത്തൊരു ഓർത്തഡോക്സ് ടച്ച് വരുന്ന, ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ഒരു റിസോർട്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. ഇത് ഡിന്നിങ് ഏരിയയാണ്. ഞങ്ങൾ കയറി ചെന്ന് തന്നെ ഡിന്നിങ് ഏരിയക്കാണ്. അവിടെ എന്താ പറയുക, 2 അമ്മമാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞങ്ങളിങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഇതിലൂടെ റങ്ക് ഏതാ നമ്മളെ റൂം? ഇതാണ് നമ്മളെ റൂം. മഴമേഘം വരുമ്പോൾ ഇവിടെ നല്ല ബാൽക്കണി ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട് കണ്ടോ. ഒരു ചായക്ക് കുടിച്ചിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റും കണ്ടോ. അടിപൊളിയാണല്ലേ. ഗൈസിൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇനി താഴത്ത് പോയി ഫുഡ് കഴിക്കണം. ഫോണിൽ ചാർജ് ഇല്ല, കുത്തി വയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി കാണാം. എന്തേലോ നെളിയട്ടി അങ്ങനെ ഇരിക്കും. ചുമരുമലൊക്കെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇല്ല, ചുമരുമലൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ചുമരുമലൊക്കെ till I get up. Time is barely on our side. I don't wanna waste what's left. The storm. നമ്മൾ വന്നത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷെ എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4 മണി ആയപ്പോൾ ചായ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും ബിസ്ക്കറ്റും ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ 2-3 സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കുഞ്ഞാക്കാൻ്റെ ചായ കടി കുടിച്ചപ്പോൾ എന്തോന്ന് കാണാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നുള്ളത് സുഖേട്ടൻ്റെ ചായക്കടയിലോട്ടാണ്. വയനാട്ടിൽ ട്രെൻഡിങ് ആയി പണ്ട് വൈറലായിട്ടുള്ള ഒരു ഏട്ടനാണ്. അതേ പഴയ രീതിയിൽ ചായയൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു പാവം ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഉമ്മ അതുകൊണ്ടൊന്നല്ല, അമ്മ ചായ അടിക്കാല്ലോ വെച്ചിട്ട്. ഇതാണ് കേട്ടോ. അപ്പം ആ ഏരിയ പഴയ രീതിയിൽ ചായയും പരിപ്പോടൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ നമ്മളെ സുഖമായിട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ പരിപ്പോടക്ക്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് വന്നതാണ്. നമ്മൾ റിസോർട്ടിലത്തെ ഡേ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ഭയങ്കര തണുപ്പുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ചാടി കൈസ്. അപ്പം ഇപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്കൊരു സോപ്പ് ഇട്ടിട്ടോ, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഫേസ് കഴുകി നോക്കട്ടെ, എന്താണെന്നൊന്നും അറിയില്ല. കമാൺ. അങ്ങനെ പൊള്ളി ചാടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം മൂത്ത അനിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഓന് അതായത് പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ച ഉണ്ട്, അങ്ങോട്ട് പോയതായിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രിപ്പ് പോകുന്ന മൂഡ് കണ്ടപ്പോൾ ഓനക്കും മൂടായിട്ട് ഓന് മലപ്പുറത്തുനിന്ന് ബസ് കയറിയിട്ട് വയനാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും മകൾക്ക് തണുത്തിട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന ആ ഒരു ടൈമിൽ നല്ല തണുപ്പുണ്ടായിനി. പ്രമോഷൻ അല്ലേ. സോ നമ്മള് പുലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പുറത്തിങ്ങനെ ഇരിക്കാണ് കേട്ടോ. എല്ലാരും നൈറ്റുമ്പോ കൂടിയിട്ടുണ്ട്. എനിക്കൊന്നും പറയാൻ വയ്യ, കാരണം എനിക്ക് ഓൾറെഡി വയ്യാത്താണ്. അതിന്റെ ഇടയിൽ സ്വിമ്മിംഗ് പൂളിലും ചാടി ആകെ കൊളാക്കി ഞാൻ. അങ്ങനെ അടിപൊളിയാണ്. ഇപ്പൊ തണുത്തിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ എന്താവുന്നുള്ളതൊന്നും അറിയില്ല. മെഡിസിൻ കുടിച്ചിട്ടില്ല. ഇനി നാളെ അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. ബാക്കിയൊക്കെ ഞാൻ വോയിസ് ഓവറിൽ കൊടുക്കാം.
ഫോണൊക്കെ മൈൻഡ് ചെയ്യാതെ മര്യാദക്ക് ഇന്നലെ ഇങ്ങോട്ട് കേറി പോന്നാ പോരേനിയാ എല്ലാ ആവശ്യം ഉണ്ടേന്നാ മകൻ വന്നേൽ എന്താണ് പറയാനുള്ളത്? ഹാപ്പിയാണോ? പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഫുഡ്. പൊറോട്ട, ചപ്പാത്തി, അൽഫാം, കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ റിസോർട്ടിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിലും സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ അവരത്. നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. പൂളി ചാടുന്ന സമയത്തിന് ഷാനു എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്നത്തെ സ്റ്റേ ഇവിടുന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ക്യാമ്പ് ഫയറിലാണ് കേട്ടോ. ഇമ്മച്ചിയൊക്കെ ഭയങ്കര ഡാൻസ് കളിയിലാണ്. നമ്മളെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതാ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ട്രിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് ഞാൻ പാട്ട് അങ്ങനെ ഇടാത്തത്, വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഓൺലി പ്രൊഫഷണൽ സ്റ്റെപ്പ് മാത്രമേ കളിക്കുള്ളൂ. അപ്പം അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.